പെരിയാറിന് പിന്നാലെ ഇരുമ്പനം ചിത്രപ്പുഴയിലും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വ്യവസായ വകുപ്പിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് ജലവിഭവ വകുപ്പിന്റെ റിപ്പോർട്ട്. കമ്പനികൾ പെരിയാറിലേക്ക് അനധികൃതമായി രാസമാലിന്യം ഒഴുക്കിയെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ ഷട്ടർ തുറന്ന സന്ദർഭത്തിലാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത്. അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാനായി ഈ സബ് കമ്മിറ്റി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് ശനിയാഴ്ച തന്നെ റിപ്പോർട്ട് നൽകണം എന്ന് ഇന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഫിഷറീസ് സർവകലാശാലയും ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഫിഷറീസ് കുഫോസിൻ്റെ സെൻട്രൽ ലാബിലേക്ക് ചത്ത മത്സ്യങ്ങളുടെ ഇത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വെള്ളത്തിൻ്റെ പരിശോധന നടത്തുന്നുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമാണെങ്കിൽ കുറെ കൂടി ഉയർന്ന തലത്തിലുള്ള അന്വേഷണം വേണ്ടി വരുമോ, അത്തരം കാര്യങ്ങൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനിക്കും. മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം അവന് ഈ റിപ്പോർട്ടിൽ വരുന്ന ശുപാർശകളെ അടിസ്ഥാനപ്പെടുത്തി സാധ്യമാകുന്ന നഷ്ടപരിഹാരം ഗവൺമെന്റ് നൽകുന്നത് പരിഗണിക്കും. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ഇപ്പോൾ വിശദാംശങ്ങൾ വിഷ്ണു, ഇക്കാര്യത്തിൽ എന്താണ് കാരണമെന്ന കൃത്യമായ ഒന്നിലേക്ക് സർക്കാർ എത്തുന്നുണ്ടോ? എന്ത് തുടർ നടപടി ഉറപ്പ് നൽകുന്നുണ്ട് സർക്കാർ? ഒപ്പം ചിത്രപ്പുഴയിൽ ഇന്ന് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് വിഷ്ണു? ഉന്മേഷ്, പെരിയാറിന് പുറകെ ചിത്രപ്പുഴയിൽ മത്സ്യങ്ങൾ ചത്തുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. കടമ്പ്രയാറിന്റെ കൈവഴിയാണ് ചിത്രപ്പുഴ. ഇവിടെ നേരത്തെയും സമാനമായ രീതിയിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ചില വ്യവസായ സ്ഥാപനങ്ങളെല്ലാം ഈ പുഴയോട് തീരത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള രാസമാലിന്യങ്ങൾ തന്നെയാണ് ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാനുള്ള കാരണമായി നാട്ടുകാർ ഉൾപ്പെടെ ഉയർത്തുന്നത്. ഒപ്പം ചില ബണ്ടുകൾ മഴയുടെ പശ്ചാത്തലത്തിൽ തുറന്നിരുന്നു. ആ ബണ്ട് തുറന്നതും ഇതിന് കാരണമായോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പെരിയാറിലേക്ക് എത്തുകയാണെങ്കിൽ ഈ മത്സ്യക്കുരുതിയിൽ വകുപ്പുകൾ പരസ്പരം പഴിചാരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇറിഗേഷൻ വകുപ്പ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. വ്യവസായ വകുപ്പും മലിനീകരണ നിയന്ത്രണ ബോർഡുമാണ് ഈ മത്സ്യക്കുരുതിക്ക് കാരണം എന്നാണ് ആ റിപ്പോർട്ടിന്റെ സംക്ഷിപ്തം. പ്രധാനമായും ഒരു തരത്തിലുള്ള ഇടപെടലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. രാവിലെ മത്സ്യം ചത്തുപൊങ്ങിയ കാര്യം അറിയിച്ചിട്ട് പോലും ഇടപെടാൻ അവർ തയ്യാറായില്ല എന്നുൾപ്പെടെ റിപ്പോർട്ടിൽ പറയുന്നു. വ്യവസായ മന്ത്രി പി രാജീവ് വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മത്സ്യ കർഷകർക്ക് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. നാളെ അതുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം ചേരും. ഒപ്പം ഈ പ്രോട്ടോകോൾ അവലംബിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ റെഗുലേറ്റർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഉണ്ടായിരുന്നില്ല. ഇത് ഒരു പുതിയ മാനദണ്ഡം അനുസരിച്ച് പാതാളം റെഗുലേറ്ററി അതായത് ഷട്ടറുകൾ തുറക്കാൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നു. അതുവേണ്ടി സബ് കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കമ്പനികൾ രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിവിട്ടതായി കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പും മന്ത്രി പറയുന്നുണ്ട്. അപ്പോഴും ഒരു വശത്ത് പ്രതിഷേധം തുടരുകയാണ്. കൃത്യമായ വീഴ്ച സംഭവിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് ഈ മറുവശത്ത് വരുന്ന വിമർശനത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. നാളെ അല്ലെങ്കിൽ ശനിയാഴ്ച സബ് കളക്ടർ റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് സർക്കാർ നയം. ഉന്മേഷം. ശരി വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.